ദ്യുതിക്കുട്ടി എന്തോ നന്നായിട്ട് പാടിയോ? ആ. ഉറപ്പാണോ? ആ ഞാൻ കുറച്ചേ കേട്ടുള്ളൂ. അതാ സത്യം. ഞാൻ വേറൊരു കാര്യം ചിന്തിച്ചോണ്ടിരിക്കുകയായിരുന്നു. മോൾ എന്തുകൊണ്ടാണ് സംസാരിക്കാത്തത്? അപ്പൊ ആദ്യം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ മോൾക്ക് ടെൻഷൻ ആവല്ലോ. അതുകൊണ്ട് പാടിക്കഴിഞ്ഞ് ചോദിക്കാന്ന് വെച്ചു. കഴിഞ്ഞവണ എൻ്റെ അടുത്ത് പ്രോമിസ് ചെയ്തതല്ലേ സംസാരിക്കാമെന്ന്. എന്നിട്ട് എന്താ പറയാത്ത? വിശേഷം പറയൂ. നാട്ടിലൊക്കെ പോയില്ലേ കുഞ്ഞ്? നാട്ടിൽ പോയില്ലേ? എന്നിട്ട് എന്തുണ്ട് വിശേഷം? നാട്ടിൽ പോയിട്ട് ഞങ്ങള് അമ്പലപ്പുഴ എന്നുള്ള പാട്ട് കാരണമല്ലേ എനിക്ക് എൻജിങ്ങളുടെ കൂടെ പാടാൻ അവസരം കിട്ടിയത്. അതുകൊണ്ട് ഞാന് അമ്പലപ്പുഴ അമ്പലത്തിലും പോയി. അവിടെ പോയി പറയാത്ത എന്താ? അങ്കിളിന്റെ പേര് പറയാത്ത എന്താ? അമ്പലപ്പുഴയാണ് എന്റെ നാട്, എന്റെ അമ്മയുടെ തായ് പേര് അങ്കനിന്താൻ. അമ്പലപ്പുഴ. അമ്പലപ്പുഴ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. നമ്മുടെ എൻ്റെ സ്വന്തം ഹരി, രാധാകൃഷ്ണന് എന്ന് വേണ്ട പേര് പറയാൻ തുടങ്ങിയ ഒരുപാട് പേരുണ്ട്. അവരുടെ അടുത്ത് ഒരു വാക്ക് പറഞ്ഞിരുന്നേ മോക്ക് ഫ്രീ ആയിട്ട് ഒരു കഴിഞ്ഞൊക്കെ കൊണ്ട് തന്നിട്ടില്ലേ, ഫ്രീ ആയിട്ട് ഒരു വലിയ ടിന്ന് നിറച്ച് പാൽപ്പായസം തന്നെ. പറയണ്ടേ ഒരു വാക്ക് എന്നെ വിളിച്ച്. പിന്നെ എന്തൊക്കെ കണ്ടു? ഞങ്ങള് ഉണ്ണിക്കണ്ണനോട് പ്രാർത്ഥിച്ചു. എന്ത് പ്രാർത്ഥിച്ചു? എന്ത് പ്രാർത്ഥിച്ചെന്ന് ചോദിച്ചാല് എന്തൊക്കെയാ പ്രാർത്ഥിച്ചു. അതെന്താ സീക്രട്ട് ആണോ? നന്നായി പാടാൻ പറ്റണേ, അതൊക്കെ അല്ലേ പ്രാർത്ഥിച്ചേ. നല്ല ആഹാരം കിട്ടണേ. പിന്നെ അടുത്ത പ്രാവശ്യം പാടുമ്പോ എല്ലാരും എഴുന്നേറ്റ് നിന്ന് കൈയടിക്കണേ, അതൊക്കെയല്ലേ? കറക്റ്റ് അല്ലേ ഞാൻ പറഞ്ഞേ? ആ പിന്നെ വേറെന്തൊക്കെയാണ്? പിന്നെ ഞാന് അമൃത വിദ്യാലയം ഹെഡ് സ്കൂളിൽ പോയി. അവിടെയും പോയോ? എന്നിട്ട് അവിടെ എക്സിബിഷൻ. എക്സിബിഷനോ? അവിടെ പാടിയോ? അവിടെ പാടി. ഇന്ന് വേണ്ട. അപ്പൊ ഭയങ്കര കൈയടിയായിരുന്നിരിക്കുമല്ലോ. കുറെ പേര് സെൽഫി ഒക്കെ ഒന്നെടുത്തില്ലേ? സമ്മാനം തന്നു? എന്ത് തന്നു? സർപ്രൈസ് ആയിട്ട് ഒരു ഗിഫ്റ്റ് തന്നു. ഞങ്ങള് വീട്ടിൽ ചെന്നിട്ട് പൊളിച്ചു നോക്കിയപ്പം 1,00,000 രൂപ. അല്ല, നെറ്റിപ്പട്ടം. നെറ്റിപ്പട്ടം. അതിന് ഞങ്ങള് ഹോളിൽ തൂക്കിയിട്ടു. മോളെ പാട്ട് നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു. നല്ല രസമുള്ള പാട്ടാണ്. 1974 പഴയ ഒരു പാട്ട്. ദേവരാജൻ മാഷും ശ്രീകുമാരൻ തമ്മിൽ. സൂപ്പർ, നന്നായി. താങ്ക് യു. സംസാരിച്ചതിന് അതിലേറെ നന്ദി. മക്കളെ, എന്തോ എന്തൊക്കെയാ കുഞ്ഞ് അമ്പലത്തിൽ പോയത് ശരത്തങ്ങൾക്ക് കുറേ ഇഷ്ടമായി കേട്ടോ. അത് സന്തോഷമായി. മക്കളെ, പാട്ട് നന്നായിട്ട് പാടി കേട്ടോ. മക്കളെ കുഞ്ഞ് നന്നായിട്ട് പാടി, നല്ല രസമുണ്ടായിരുന്നു. താങ്ക് യു. അച്ഛനും അമ്മയ്ക്ക് സ്പെഷ്യലായിട്ട് താങ്ക്സ് പറഞ്ഞേക്കണം. അവരല്ലേ ഈ പാട്ട് സെലക്ട് ചെയ്ത് തന്നെ. ഫുൾ ടൈം നാണവും. മോള് സംസാരിക്കണം കേട്ടോ. നല്ല സ്മാർട്ടായിട്ട് അടിച്ച് പിടിച്ച ഉള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ അടുത്ത് വന്ന് പറയണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ് മുത്തേ. താങ്ക് യു. എന്ത് രസമുള്ള പാട്ട് മോള് അതിമനോഹരമായിട്ട് പാടി. താങ്ക് യു. സൂപ്പറായിരുന്നു. താങ്ക് യു. പിന്നെ മോള് അമ്പലത്തിലേക്ക് പോയി നമുക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചില്ലേ? അത് മോൾക്ക് വേണ്ടി മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ? എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചില്ലേ? അതാ സത്യം. അടുത്ത പ്രാവശ്യം പോകുമ്പോ നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണേ. ഓക്കെ. നിത്യ വിളിച്ചോണ്ട് പോയി കുറച്ച് പാൽപ്പായസം മേടിച്ചു കൊടുക്കണേ മോള് കേട്ടോ. നിത്യ ചേച്ചിക്ക് ഇഷ്ടല്ലേ പാൽപ്പായസം? ഷുഗർ കട്ട് ചെയ്തേക്ക. ആണോ? വെറും ഗ്രീൻ ടീ 3 നേരം. ഒരുപാട് പഞ്ചാരയായി പോകുന്നു. അതുകൊണ്ട് ഇതെങ്കിലും കട്ട് ചെയ്യാന്ന്. ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക് യു. ദ്യുതിക്കുട്ടി, എന്തോ വേറൊന്നും പറയാനില്ലല്ലോ? പറഞ്ഞോ. പറ. അറിയട്ടെ, ഒരു കടങ്കഥ ജയിച്ച ജംഗിളിന് പറയാൻ പറ്റുമോ? 100% ഞാൻ പറഞ്ഞിരിക്കും. ടോപ്പ് സിംഗറിലുണ്ട്, പക്ഷെ പാടത്തില്ല. മീനൂട്ടി. അതെ. അയ്യോ, ഇത് അധികം മിണ്ടാത്തോ നല്ലത്. കടങ്കഥ പക്ഷെ തീർന്നില്ലായിരുന്നു. ഇനിയുണ്ടോ? ഇനിയുണ്ട്. അടുത്ത ഇങ്ങോട്ട് ഇറക്കട്ടെ. കടങ്കഥയുടെ ബാക്കിയുണ്ട്. ടോപ്പ് സിംഗറിലുണ്ട് പക്ഷേ പാടത്തില്ല. സിനിമയിലുണ്ട് പക്ഷേ ജാടയില്ല. സിനിമയിലുണ്ട് പക്ഷെ മീനൂട്ടി അല്ല. അങ്ങനെയാണ് എനിക്ക് തെറ്റി. കാര്യം പറയാം, അത് മീനാക്ഷി ചേച്ചിയാ. അതെ, റൈറ്റ് ആൻസർ. ഇനി ഉണ്ടോ കുഞ്ഞിന്റെ ഇങ്ങനത്തെ? ഇല്ല. ഉണ്ട്. അടുത്തതുണ്ടെന്ന്. എത്ര അടിച്ചാലും കരയാത്ത കുഞ്ഞ്. എത്ര അടിച്ചാലും കരയാത്ത കുഞ്ഞ്. നമ്മളാരും പ്ലാസ്റ്റിക് പാവ. യെസ്. ഇത് മോള് സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന വരുന്ന അവർക്ക് തോന്നുന്നതാ. എന്തോന്ന് ഇപ്പൊ അല്ല, ഈ പാവയിലുണ്ടല്ലോ ഇങ്ങനെ അടിക്കാം. ഒച്ച കേൾക്കുന്ന പാവയുണ്ട്. അതുണ്ട്. എന്നാ പി പോയ പാവയായത്. അപ്പൊ ഏതായാലും ഈ 2 കൊണ്ട് ഞങ്ങൾ സമാധാനിക്കും. തൃപ്തരാണ്. ഓക്കെ.